അപ്പൊ എനിക്ക് ചന്ദ്രൻ അടുത്ത് കാണാം. എന്നെ കാണിക്കല്ലേ. നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? അടുത്ത വിവാഹം നമ്മൾ അരുണിന്റെ. അസാനത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ? അടുത്ത വിവാഹം നമ്മൾ അരുണിന്റെ. അപ്പം അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ശൂന്യാകാശത്തോടെ കറങ്ങി. മോനുസേ വ്ലോഗ് ചത്തോന്നറിയാമെന്നാണല്ലേടാ. എന്നെ കാണിക്കല്ലേ. എന്നെ കാണിച്ചു കഴിഞ്ഞാ പൊങ്കാല വരും. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ച മകളെ, നിങ്ങൾ രണ്ടുപേരും, നിങ്ങളല്ല നീ ഒന്ന് ചെറുതായിട്ട് ഏറിപ്പോയെന്ന് പറഞ്ഞല്ലോടാ. ചെറുതായിട്ട്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്, കല്യാണമൊക്കെ ഉറപ്പിച്ചു. താങ്ക് യു. നല്ല സമയമാണല്ലോ മകളെ. എങ്ങനെയുണ്ട് അവന്റെ കല്യാണം ഉറപ്പിച്ചിട്ട്? നല്ല രസമുണ്ട്. ഇനിയിപ്പോ ഈ വീഡിയോ ഒരു താഴെ വരിക ബിരിയാണി മുതലാളിനെ കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കെറ്റിലും എന്തിനാ പറ്റിയ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാനൊരു നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സംസാരിച്ചു. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചന്ദ്രൻ അടുത്ത് കാണാം. ആരും എന്റെ അടുത്ത് പറയാ, അരുണ് മറ്റേ പ്ലൂട്ടോയുടെ അടുത്തൂടെ മെനിങ്ങാന്ന് പറഞ്ഞു പോണോ. കുഴപ്പമൊന്നുമില്ല. നീ ഇതുവരെ അങ്ങനെ പോയിട്ടില്ലല്ലേ? ഇല്ലല്ല, ആദ്യമായിട്ട് കന്നി 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 ഇന്റർനാഷണൽ ഒരു ചെറിയൊരു ബിരിയാണി ഡയലോഗ് അടിച്ചതായിരുന്നു. എങ്ങനെയുണ്ട്? എടാ, നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? കൈ കെട്ടാൻ പോലും അറിയില്ല, എന്നാലും പെണ്ണ് കെട്ടണം. കോമഡിയാണ് കൈസ്. ഇവൻ മറ്റേ പെണ്ണിനെ കാണിക്കില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പെൺകുട്ടി എന്ത് ചെയ്യുന്ന? യു കെ നേഴ്സാണ്. യു കെ നേഴ്സാണ്. അപ്പൊ ഇനി അവൻ പോവോടി നമ്മളെയൊക്കെ വിട്ട്? പോയി. ഇതാണ് പറയുന്നത്, കണ്ടു കണ്ടങ്ങി ഇരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. യു കെയിലല്ലെന്നേ ഉള്ളല്ലേ. എങ്കിലും പോക്കും. അതാണ് നല്ല ഈ നാട്ടിൽ നിൽക്കണ്ടേ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണം, ബഹുമാനിക്കാൻ ശീലിക്കണം. ഇല്ല, ഞാൻ പുതിയ ഐഡന്റിറ്റിയിൽ വേറെ സ്ഥലത്തായിരിക്കും. അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ